ഇതുപോലെ പരീശന്മാര് മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരുന്നു. അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവരുടെ പ്രാർത്ഥന എല്ലായ്പ്പോഴും പ്രകടനാത്മകമായിരുന്നു, മറ്റുള്ളവരും കൂടെ കാണുന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രത്യേകത എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവർ പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്താ ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഈ യഹൂദന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ടൈം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എവരി തേർഡ് അവർ ദേ പ്രേ. എല്ലാ 3 മണിക്കൂർ കൂടുമ്പോൾ അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ 6 മണിക്ക് പ്രാർത്ഥിക്കുന്നു, രാവിലെ 9 മണിക്ക് പ്രാർത്ഥിക്കുന്നു. അത് എവിടെ നിന്നാണെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. യെരുശലേമിലാണെങ്കിൽ അവർ ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. യെരുശലേമിന് പുറത്താണെങ്കിൽ അവർ യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. യെരുശലേമിലുള്ളപ്പോൾ അവർ ആകാശത്തേക്ക് നോക്കി ദൈവത്തെങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. യെരുശലേമിന് പുറത്താണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? യെരുശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ദാനിയേൽ യെരുശലേമിന് നേരെ കിളിവാതിലുകളെ തുറന്നിട്ട് എല്ലാ ദിവസവും 3 നേരം പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ നോർമലി എവിടെ ഇരുന്നാണെങ്കിലും പ്രാർത്ഥിക്കാമെങ്കിലും കഴിവതും അവരെവിടെ പോയി പ്രാർത്ഥിക്കും? ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും. ഇനി അത് തെരുക്കോണിലാണെങ്കിലും അന്നേരം പ്രാർത്ഥിച്ചോണം. പക്ഷെ ഇവരുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫിസിക്കൽ ബോഡി പോസ്റ്റർ വളരെ പ്രകടനപരമായി കാണിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റർ. കാര്യം ഇവർ ആകാശത്തേക്ക് നോക്കുകയും കൈകൾ വിടർത്തി വലതുകാലം നിലത്തമർത്തി ഇടതുകാലം ഒന്ന് ഉയർത്തി നമ്മൾ ഈ ഓടാനൊക്കെ നിൽക്കുന്ന ഒരു ബോഡി പോസ്റ്ററിലാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് കൈകൾ ആകാശത്തേക്ക് വിടർത്തി ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി ആണ് പ്രാർത്ഥിക്കുന്നത്. യഹൂദന്റെ പ്രാർത്ഥനയിൽ അവരുടെ ശരീര ഭാഷ വളരെ പ്രകടമാണ്. അപ്പൊ ഇതാര് കണ്ടാലും പ്രാർത്ഥിക്കുകയാണെന്നറിയാം. ഇനി പരീശന്റെ പ്രശ്നം ഞാനതിന് ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറയാം. ഇപ്പം ഉച്ചയ്ക്ക് 3 മണിക്ക് അവർക്ക് പ്രാർത്ഥനയുണ്ട്. 3 മണിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ഒരു പരീശനാണെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ കാലഘട്ടമാണ്, എനിക്ക് ഷേവ് ചെയ്യാനായിട്ടൊരു ബ്ലേഡ് വേണം. നാളെ ഷേവ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ബ്ലേഡ് വേണം. അപ്പോൾ എനിക്കൊരു ബ്ലേഡ് വാങ്ങിക്കണം. വൈകുന്നേരം എനിക്ക് ഒരു മീറ്റിങ്ങിന് പോകണം. അപ്പം പോകുമ്പോൾ വാങ്ങിച്ചാൽ മതി. പക്ഷേ ഞാനൊരു പരീശനാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്നറിയാമോ? 2:50 ആകുമ്പോൾ ഞാൻ ഈ ബ്ലേഡ് വാങ്ങിക്കാൻ ഇറങ്ങും. അത് അറിഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതാണ്. എക്സാക്ട്ലി 3 മണിയാകുമ്പോൾ ഞാൻ കടയുടെ മുമ്പിലായിരിക്കും. കടയുടെ മുമ്പിലാകുമ്പോൾ പെട്ടെന്ന് വാച്ച് നോക്കുമ്പോൾ എത്ര മണിയായി? 3 മണി, എൻ്റെ പ്രാർത്ഥനാ സമയം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് എല്ലാവരും കാണുക, കൈകളെ വിടർത്തി ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ പോകും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇയാൾക്ക് എന്നെ വട്ടാണെന്നൊക്കെ ചോദിക്കും. ഒരു പരീശൻ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ അവനെ ബഹുമാനത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് യേശുവിൻ്റെ കാലഘട്ടം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എനിക്ക് 3 മണിക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ളതേ ഉള്ളൂ. എനിക്ക് ബ്ലേഡ് നാളെ കിട്ടിയാലും മതി. പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് 3 മണിയാകുമ്പോൾ തെരുക്കോണുകളിൽ ആകത്തക്ക നിലയിൽ എൻ്റെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുകയാണ്. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെന്ന് ജനം അറിയണമെന്ന് പരീശന് നിർബന്ധമുണ്ട്. പക്ഷെ യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് അറിയത്തക്ക രീതിയിലുള്ള യാതൊരു പ്രകടനങ്ങളും നിനക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം പ്രാർത്ഥന ഒരു പ്രൈവറ്റ് അഫെയർ ആണ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരീശനെ പോലെ പ്രാർത്ഥിക്കരുത് എന്ന് കർത്താവ് പറയാൻ കൃത്യതയോടെ പറയാനുള്ള കാരണം അവിടെ അതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒന്നും കാണിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറയും, നമ്മൾ അങ്ങനെയുള്ള പ്രകടനങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ, അല്ലേ? പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ പ്രകടനമൊന്നും കാണിക്കുന്നില്ലല്ലോ നോർമലി. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് കാണിക്കാനുള്ള ചില ഗിമ്മിക്സ് ഒക്കെ നമ്മളിൽ ഉണ്ട്. അത് പ്രധാനമായും നമ്മൾ എടുക്കുന്നത് സാക്ഷി പറയുമ്പോഴാണ്. ഞായറാഴ്ച സാക്ഷി പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പെട്ടെന്ന് പറയുന്നു, കഴിഞ്ഞ രാത്രികളിൽ എഴുന്നേറ്റിരുന്ന് ഓരോരോ കണ്ണീരൊഴുക്കുവാനും ദിവസത്തിൽ കരയുവാനും തക്കോണം കർത്താവ് എന്നെ സഹായിച്ചു. കരയുന്നതും ഓരോരോ കണ്ണീരൊഴുക്കുന്നതൊന്നും തെറ്റല്ലെങ്കിലും എന്തിനാണ് ഇത് സഭായോഗത്തിൽ വന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഞാൻ ഈ രാത്രിയിലൊക്കെ കിടന്ന് ഉറക്കമൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത് എൻ്റെ കൂട്ടുവിശ്വാസികളൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ പരീശനിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ആളായി പോവുകയാണ്. അതല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണമായിട്ട്, ഞാനീ പറയുന്ന ഉദാഹരണം നടക്കുന്നതോ നടക്കാവുന്നതായ കാര്യമാണ്. ഞാനിപ്പോൾ കുറിയന്നൂർ എൻ്റെ വീട്ടിൽ ഇരിക്കുകയാണെന്ന് വെക്കുക. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് രാവിലെ പിള്ളേർ സ്കൂളിൽ പോയി ജെസ്സി ചന്തയിലോ റബ്ബർ വിൽക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനൊക്കെ പോയി. അപ്പോൾ ഞാൻ വീട്ടിൽ തനിച്ചായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് ഇന്ന് അല്പനേരം പ്രാർത്ഥിക്കും. അല്പസമയം തനിയെ കിട്ടുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ റൂമിലേക്ക് പോയി മുട്ടുകൾ മടക്കി ദൈവസന്നിധി കർത്താവ് കരഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ബെല്ലടിക്കുന്നത് കേൾക്കുക. ബെല്ലടിക്കുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വന്നു. നമ്മളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വെച്ചപ്പോൾ ഓരാട്ടമൊക്കെ വന്നോളും, സാത്താൻ ഓരോരുത്തരെ കൊണ്ടുവന്നോളും. ആരടാ മിണ്ടാതിരുന്നേക്കാം, പോന്നെങ്കിലും അങ്ങ് പൊക്കോട്ടെ, ധർമ്മക്കാരും വല്ലോ ആയിരിക്കും എന്ന് വെച്ച് കുറച്ചു നേരം നോക്കി പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ. പിന്നെ ക്ലിങ് 3 അടി. നാശം, രാവിലെ എന്നെ പ്രാർത്ഥിക്കാനും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കഥ തുറന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറിയാണെന്ന്.
ഞങ്ങളുടെ സഭ സെക്രട്ടറി ഒന്നും ഇല്ല കേട്ടോ, ഞാനങ്ങ് പറഞ്ഞതാ. സഭയുടെ സെക്രട്ടറി ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയുന്നൊരു കാര്യം, അയ്യോ അച്ചായനായിരുന്നോ, അച്ഛാ ഞാനേ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ അല്പസമയം പ്രാർത്ഥിക്കായിരുന്നു, അതുകൊണ്ടാ വാതിൽ തുറക്കാൻ താമസിച്ചത്. കള്ളമൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ ശരിക്കും എന്ത് ചെയ്യായിരുന്നു, പ്രാർത്ഥിക്കായിരുന്നു. പക്ഷെ എന്താ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നെന്ന് എടുത്തു പറയാൻ കാര്യം? ഞാൻ ടോയ്ലറ്റിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പറഞ്ഞില്ലെന്നിരിക്കും, പക്ഷെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എടുത്തു പറയും. കാര്യം സെക്രട്ടറി അച്ഛൻ മനസ്സിലാക്കണം, അല്പസമയം കിട്ടിയാൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്ന ഒരു ദൈവദാസനാണ് സാജു എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ വേറെ എന്താ, വേറെ ലക്ഷ്യമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ കാണിക്കുമ്പോൾ കർത്താവിന്റെ വാക്കുകൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കുന്നത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ട് പ്രതിഫലം കിട്ടിപ്പോയെന്ന് പറയാൻ കാര്യം? കാരണം അവര് പ്രതീക്ഷിച്ചത് എന്താണ്? മനുഷ്യരിൽ നിന്നുള്ള മാനം. അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നത് മനുഷ്യരിൽ നിന്നുള്ള മാനമാണ്. അതുകൊണ്ട് അത് അവർക്ക് ലഭിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനാണെന്നുള്ളത് അറിയണമെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. അതെനിക്ക് ലഭിച്ചല്ലോ. അപ്പോൾ എനിക്ക് പ്രതിഫലം എന്ത്? പ്രതിഫലം കിട്ടിപ്പോയി. ദൈവിക നിലപാട്, ദൈവത്തോടുള്ള ബന്ധം ഒഴികെ വേറെ എന്ത് എൻ്റെ മനസ്സിലുണ്ടെങ്കിലും, എന്തെൻ്റെ മനസ്സിൽ കയറിയാലും എൻ്റെ പ്രാർത്ഥന സിൻസിയർ അല്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് 4 പേർ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ സിൻസിയർ അല്ല. ഞാൻ പറയട്ടെ, ക്രിസ്തീയമായ ഏത് കാര്യങ്ങളും ഏറ്റവും മഹനീയമായത് ആരും അറിയാതെ ചെയ്യുന്നതാണ്. അതാണ് വാസ്തവത്തിൽ ഏറ്റവും വലുത്, ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഇടം കൈ കൊടുക്കുന്നത് വലം കൈ അറിയരുത്. നമുക്കാണെങ്കിൽ അറിയിക്കാൻ വേണ്ടി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യും. ഈ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ വലിയ മേളകൾ നടത്തി ആളുകൾക്ക് പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഒരു പെണ്ണിനെ കെട്ടിക്കാൻ 25,000 രൂപ കൊടുത്താൽ അവൻ 50,000 രൂപയുടെ വീഡിയോ എടുത്ത് 1,00,000 രൂപയുടെ പത്രത്തിലിട്ട് പിന്നെ ഒരു 50,000 രൂപ വരുന്നവർക്ക് കാപ്പി കുടിക്കാനും ഉണ്ട്. അപ്പം 2,00,000 രൂപ മുടക്കും, കൊച്ചിൻ്റെ കിട്ടി 25,000 രൂപ. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ദൈവം എന്ത് ഇവൻ്റെയൊക്കെ തല ഇടുത്തി വെട്ടിക്കാത്ത, പിന്നെ 25,000 കൊച്ചിന് കിട്ടുന്നല്ലോ എന്നുള്ളത് വെച്ചുകൊണ്ടായിരിക്കും ദൈവം പിന്നെ ഉപദ്രവിക്കാത്തത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതൊരു ക്രിസ്തീയമായ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. കർത്താവ് പറഞ്ഞെന്ത്? നീ ചെയ്യുന്നത് നിന്റെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ. രഹസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എന്താ പറ്റാത്തത്? ഏത് പ്രവർത്തനവും ഒരു കോഴി മുട്ടയിട്ടിട്ട് നാട് മുഴുവൻ വിളിച്ചു പോയി നടക്കുന്നത് പോലെയാണ് നമ്മളുടെ എല്ലാ മാസികകളും പത്രങ്ങളും വായിച്ചു കഴിഞ്ഞാൽ എവിടെയോ എന്തോ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അത് ചെയ്തത് എത്ര മടങ്ങായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ പറയുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രാർത്ഥനയുടെ കാര്യത്തിലും എല്ലാം നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ പരീശന്മാരിൽ നിന്ന് വ്യത്യസ്തരല്ലാത്ത ഒരു നിലയിലായിരിക്കും. ജോൺ ബനിയൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. യുവർ പ്രയർ ഷുഡ് ബി സിൻസിയർ, സെൻസിബിൾ ആൻഡ് അഫെക്ഷനേറ്റ്. പ്രയർ ഷുഡ് ബി സിൻസിയർ. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ളതായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അതിനകത്ത് യാതൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. കർത്താവ് വളരെ കൃത്യതയോടുകൂടെ, അല്ലെങ്കിൽ വളരെ കർത്താവിന് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഒരു മായം കലർത്തുന്നതായ കാര്യം. യെരമ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 29-ാം അധ്യായത്തിൽ 12ഉം 13ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തന്നെ ഞാൻ എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് കേൾക്കുന്നതെന്ന് അവരോട് പറയുന്ന കാര്യമാണ്. അവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ, വിത്ത് ഓൾ യുവർ ഹാർട്ട്, there is nothing else in your heart. പൂർണ്ണ ഹൃദയം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഫുൾനെസ് ആണ്. ഹൃദയം പൂർണ്ണമായിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിനകത്ത് ബാക്കിയൊന്നും വെച്ചിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ഒന്നും ഇടാൻ പറ്റത്തില്ല. എന്നാൽ അതേസമയം അതിനകത്ത് 4 കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിനകത്ത് വെള്ളത്തിന് പകരം ഒരു കുറച്ച് ചരല് വാരിയിട്ട് കഴിഞ്ഞാൽ കണ്ടാൽ അത് ഫുള്ളായിട്ട് തോന്നും. പക്ഷെ അതിനിടയ്ക്ക് പിന്നെയും എന്തുണ്ട്? സ്പേസ് ഉണ്ട്. ചരലല്ല, അതിനിടയ്ക്ക് കുറച്ച് മണ്ണൂടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണും പിന്നെയും അതിനകത്ത് കൊള്ളും. കാര്യം പൂർണ്ണമല്ല. കുറച്ച് മണ്ണൂടിട്ട് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചാൽ പിന്നെയും കൊള്ളും. അപ്പോൾ മണ്ണിട്ടിട്ടും എന്തല്ലായിരുന്നത്? പൂർണ്ണമല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഫുൾ. എന്നാൽ പൂർണ്ണമായും വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം പുറത്തു പോകും. കാരണം ഇറ്റ് ഈസ് ഫുൾ. ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ അന്വേഷണം. പൂർണ്ണ ഹൃദയത്തോടെ നീ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ, അതാ പറയുന്നത്, അതിനകത്ത് വേറെ ഒന്നുമില്ല. മനുഷ്യർ കാണണമെന്നോ മനുഷ്യരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നോ ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് ചിന്തിക്കണമെന്നോ ഒന്നുമില്ല. ഇറ്റ് ഈസ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഇഫ് യു കോൾ അപ്പോൺ മീ വിത്ത് ഓൾ യുവർ ഹാർട്ട്, ഐ വിൽ ആൻസർ യു. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ
കണ്ടെത്തും. നഥനയേലിനെ കുറിച്ച് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 47-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് നഥനയേലിനോട് കർത്താവ് സംസാരിക്കുന്ന ഭാഗത്തില് വായിക്കാം. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനയേലിനെ കണ്ടപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു, ഹി ഈസ് എ ട്രൂ ഇസ്രായേലൈറ്റ്. ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവന് യാതൊരു കപടവും ഇല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നഥനയേൽ തന്നെ എന്ത് നഥനയേൽ ചോദിക്കുകയാണ്, എന്താ? നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് എന്നെ കണ്ടപ്പോ ഇത് പറയാൻ എന്താ കാര്യം? എന്നെ എവിടെ വെച്ച് അറിയും? ഞാൻ നിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉടനെ കർത്താവ് എന്ത് പറഞ്ഞു? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നോക്കുക, കർത്താവ് പറഞ്ഞു, നീ എന്നെ കണ്ടു കാണത്തില്ല, പക്ഷെ ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. എവിടെ? ആരും കാണരുതെന്ന് വെച്ച് നീ പോയിരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അത്തിയുടെ കീഴിൽ. ഫിലിപ്പോസ് പോലും നിന്നെ കണ്ടില്ല, അതിനു മുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? എന്തിനവൻ ഈ അത്തിയുടെ കീഴിൽ പോയിരുന്നത്? ഇവനൊരു പരീശനല്ല. അവൻ പ്രാർത്ഥിക്കേണ്ട സമയത്ത് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആരും കാണരുതാത്ത ഒരു സ്ഥലത്ത് പോയി ദൈവസന്നിധിയിൽ അവൻ ഹൃദയം പകരുകയായിരുന്നു. അവൻ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല. അവനൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് ആരെങ്കിലും പറയണമെന്ന് അവന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവൻ പൂർണ്ണമായിട്ടും ദൈവത്തെ പിൻപറ്റി. അവന്റെ ഹൃദയത്തിൽ വേറെ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ഇല്ലായിരുന്നു. അവൻ ആരും കാണാത്ത സ്ഥലത്താണ് പോയിരുന്നതെങ്കിലും അവിടെ അവനെ തേടി ചെല്ലുന്ന യേശുവിന്റെ കണ്ണുകൾ അവനെ കണ്ടിട്ട് പറയാണ്, യു ആർ എ ട്രൂ ഇസ്രായേലൈറ്റ്, നീ യഥാർത്ഥ ഇസ്രായേലിയനാണ്. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ചും ആരും കാണാതെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ കർത്താവ് പറയും, ഇപ്പൊ നീ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെയാണെന്ന് എനിക്കറിയാം. കാരണം നിനക്ക് ആരും കാണണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ആരും കാണാത്ത സ്ഥലത്തും ഞാൻ നിന്നെ കാണുന്നുണ്ട് എന്ന് കർത്താവ് പറയുവാൻ ഇടയായിത്തീരും. നമ്മുടെ ഹൃദയം അവന് വേണ്ടത് പൂർണ്ണമായിട്ടാണ്, കുറേശ്ശെയായിട്ടല്ല, പൂർണ്ണമായിട്ടാണ്. വളരെ സിൻസിയറായിട്ട്, വളരെ സിമ്പിളായിട്ട്. പല സമയത്തും ഉണ്ടല്ലോ, നമ്മൾ ഈ സിൻസിയറിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കെല്ലാം നമ്മൾ ഇടപെടുന്നതും ഒത്തിരി കാര്യങ്ങൾ കാണിക്കാൻ നമ്മൾ പോകുന്നതും ഒത്തിരി പൊടിപ്പും തൊങ്ങലും വെക്കുന്നതും. സംസാരത്തിലാണെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, സിൻസിയറായിട്ട് ഒരുത്തനൊരു കാര്യം പറയുകയാണെങ്കിൽ അവൻ അധികം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരത്തില്ല. എപ്പോഴാണ് അവൻ ഒരുത്തൻ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പറയേണ്ടതിനേക്കാൾ കൂടുതൽ പറയേണ്ടപ്പോഴാണ്. ഞാൻ പറഞ്ഞൊരു വ്യത്യാസം പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രായോഗികമായി നമ്മൾ എപ്പോഴും അറിയുന്ന കാര്യങ്ങളാണ്, അല്ലേ? നമ്മളൊരാൾ സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് ഒത്തിരി സംസാരിക്കുന്നെങ്കിൽ അതിനകത്ത് എന്തോ ഒക്കെ അവൻ കുത്തിത്തിരികാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ലൈഫാണെങ്കിലും ജീവിതമാണെങ്കിലും എന്തും നോക്കിക്കോ, എവിടെയും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, സിംപ്ലിസിറ്റി ആൻഡ് സിൻസിയറിറ്റി ഗോസ് ടുഗദർ. ഒരു പ്രെയർ മീറ്റിംഗ് ആണെങ്കിലും സിമ്പിളായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ചിലപ്പോൾ അറിഞ്ഞില്ലെന്നിരിക്കും, പക്ഷേ അത് 1000 പേരെ അറിയിക്കണം എന്ന് തീരുമാനിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനുവേണ്ടി എന്തെല്ലാം വേഗത്തരങ്ങൾ കാണിക്കും. സോ ദ ബെസ്റ്റ് വേ ഈസ് ടു ലിവ് സിമ്പിൾ, ഡു തിങ്സ് ഇൻ എ സിമ്പിൾ വേ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് എവറിഥിങ് ഇൻ എ കോംപ്ലക്സ് വേ. വെറുതെ സങ്കീർണമാക്കുന്നത് ഒരു ദൈവികമായ കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. യെരമ്യാവിന്റെ പ്രവചനം അതിന്റെ 31-ാം അധ്യായം 18 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നീ എന്നെ ശിക്ഷിച്ചു, മരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ. നീ എന്റെ ദൈവമായ യഹോവയല്ലോ. ഞാൻ തെറ്റിപ്പോയ ശേഷം അനുതപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേലടിച്ച് നാണിച്ചും ലജ്ജിച്ചും ഇരിക്കുന്നു. എന്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രൈം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. നോക്കുക, സിൻസിയറായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്ന വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തന്നെ കണ്ടുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവരുടെ പാപങ്ങളെയൊക്കെ അവർ ഏറ്റുപറയുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വെൻ വി ആർ സിൻസിയർ വി സീ അവർ സെൽസ്. വെൻ വി ആർ സിൻസിയർ വി സീ അവർ ഫോൾട്ട്, അവർ സിൻസ്. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വന്നൊരു 1000 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും, പക്ഷെ നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കുന്ന പോലുമില്ല. ഇവിടെ എന്താ കാണുന്നത്? നീ എന്നെ ശിക്ഷിച്ചു, മെരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ. നീ എന്റെ ദൈവമായ യഹോവയല്ലോ. ഞാൻ തെറ്റിപ്പോയ ശേഷം അനുതപിച്ചു ഉപദേശം ലഭിച്ച ശേഷം തുടമേൽ അടിച്ച് നാണിച്ചും ലജ്ജിച്ചുമിരിക്കുന്നു. എന്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രൈം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. When you are sincere, you are simple. When you are simple, you see yourself. And when you see yourself, you see that you have a lot of faults. ഒരു 100 കൂട്ടം തെറ്റുകൾ നമ്മൾ ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മീറ്റിങ്ങുകളിൽ ഇപ്പം നമ്മളിലേക്ക് എങ്ങോട്ടും നോക്കാൻ പറ്റത്തില്ല. കണ്ണ് മഞ്ഞളിക്കുന്ന പോലെ ലൈറ്റാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. കാത് അടച്ചു പോകുന്നത് പോലെ ശബ്ദമാണ്.
We have no time to hear. We have no time. We are surrounded by a lot of things. It's a complex thing. And earlier, പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ പണ്ടത്തെ ഒക്കെ ഉണ്ടല്ലോ, അത് ഒരു ഗിമ്മിക്സും ഇല്ലായിരുന്നു. പീപ്പിൾ were coming, praying, crying. അതെന്തൊരു അനുഗ്രഹമായിരുന്നു. പക്ഷേ ആ സിംപ്ലിസിറ്റിയിൽ നിന്ന് ഒരു കോംപ്ലക്സ് ലോകത്തിലേക്ക് പോയപ്പോൾ അനുതാപം എന്ന് പറയുന്നത് 7 അയൽവക്കത്തൂടെ പോയിട്ടില്ല. അനുതാപമില്ലാതെ കർത്താവിന്റെ സന്നിധി നമുക്ക് എങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി നിൽക്കാൻ തന്നെ നമുക്ക് എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ. അവന്റെ കരുണയില്ലാതെ കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. When we are sincere, we are people of integrity. നമ്മൾ സിൻസിയർ ആകുമ്പോൾ, നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ആത്മാർത്ഥതയുള്ളവരാകുമ്പോൾ നമുക്ക് 2 മുഖങ്ങൾ ഉണ്ടാകത്തില്ല. അവൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ ചിലപ്പോൾ ആളുകളുണ്ടല്ലോ, ചിലപ്പം ഈ കരച്ചിൽ തന്നെ ഒരു സം കൈൻഡ് ഓഫ് പല സമയത്തും ഒരു ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാം ഇന്ന് പ്രോഗ്രാംഡ്. നമുക്കിന്ന് അറിയാം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ പാട്ട് പാടുമ്പോൾ നമുക്കറിയാം പാടണം. ആദ്യത്തെ 2 ശീല പാടണം, 3ാമത്തെ ശീല പാടണം, 4ാമത്തെ ശീല പാടുമ്പോൾ നമ്മുടെ സമയം അവസാനിക്കും. അപ്പോഴത്തേക്ക് അതിന്റെ സ്പീഡ് കൂട്ടണം. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പാട്ട് വഴുതി പോകണം, താളം അവതാളമാകണം. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ? ഇറ്റ് ഷുഡ് നോട്ട് ബി എ പ്രോഗ്രാം. പാട്ട് സ്പീഡ് കൂടുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഇന്നിപ്പോൾ പാട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, എങ്ങനെ ആയിരിക്കണമെന്ന് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ആരും ഒന്നും മിണ്ടാതെ. ഇറ്റ് ഇസ് എ വെരി സാഡ് തിങ്. ബി സിമ്പിൾ.